നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ പ്രവാസി യുവാക്കൾ ചെന്നുപെട്ട രണ്ട് അക്കിടികളാണ്. അക്കിടി എന്നല്ല, ഇത് ഗുരുതരമായ രണ്ട്. അത് കഴിഞ്ഞാണ് ഇന്നത്തെ സുപ്രധാന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. PSC തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. അവിടെ ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രവാസികൾക്ക് ആകെ അപമാനമുണ്ടാക്കിയ രണ്ട് വ്യക്തികൾ യുവാക്കളെ കുറിച്ചാണ്. ഇത് ഇപ്പം നമ്മൾ ഓർക്കുക, നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ പരിപാടി കാണുന്നത് ശരിക്കും ഈ പ്രവാസികൾ, വിദേശികൾ ഒരുപാട് കാണുന്നുണ്ട്. വിദേശികളാണ്, പ്രവാസ ജീവിതത്തിലുള്ളവരാണ്. നമുക്കറിയാം, പ്രവാസി യുവാക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൽ പലതും രാജ്യവിരുദ്ധമാണ്. ഇവർ ഈ ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കണ്ട എന്ന് കരുതിയാണ് ഇവരുടെ എല്ലാം പോസ്റ്റ് ഇടുന്നത്. സുരക്ഷിതമായ രാജ്യത്തിരുന്നുകൊണ്ട് ഇന്ത്യയെ വിമർശിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലതും. ഇന്ത്യയെ മാത്രമല്ല, വ്യക്തികളെയും വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരെയൊക്കെ കാത്ത് ഈ കേരളത്തിൽ കുറച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇരിപ്പുണ്ട്. അത് ഒരു പക്ഷേ ഇവർ തിരിച്ചറിയുന്നില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആഴം, ആ കേസുകളുടെ ഒരു ആഴം ഇവർക്ക് തിരിച്ചറിയാൻ. കേരളത്തിലെ പൂജപ്പുര സെൻട്രലിലല്ല, ചിലപ്പോൾ തീഹാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്നാണ് വാസ്തവം. ഇന്ന് രണ്ട് സംഭവങ്ങളാണ് നമുക്കതിൽ പ്രധാനമായും പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവിടുത്തെ ഭരണം 10 വർഷത്തിന് ശേഷം മാറി എന്നുള്ളത് ഈ പ്രവാസി യുവാക്കളൊന്നും അറിയുന്നത് നന്നായിരിക്കും. അവിടെ നിന്നുകൊണ്ട് ഈ സർക്കാരിനെയും രാജ്യത്തെയും സൈന്യത്തെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വാരി വിതറുമ്പോൾ ഇവിടെ ചിലപ്പോൾ ജിഹാദികളുടെ കയ്യടി കിട്ടിയേക്കാം. ഒരുപക്ഷെ ഈ വാരി വിതറുന്നവൻ ഒരു മതേതരവാദിയാണെന്ന് തോന്നിയേക്കാം. ഇതിൽ മുസ്ലിങ്ങളും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്, അങ്ങനെ ജാതി മത ഭേദമൊന്നുമില്ല. ഒരുപാട് പേരിങ്ങനെ വിദേശ രാജ്യത്താണ് ഞാൻ സേഫ് ആണ്, എന്നെ ആരും പിടിക്കില്ല, എനിക്ക് ഇന്ത്യയിൽ ആരും ചീത്ത വിളിക്കാവുന്ന രീതിയിലാണ് ഇവർ പലരും പെരുമാറാറുള്ളത്. ഈ വിദേശ രാജ്യങ്ങൾ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ അപമാനിക്കുന്ന, ഇന്ത്യക്കാരെ അപമാനിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ സൈന്യത്തെയും രാഷ്ട്രപതിയെയും ആരെയൊക്കെ അപമാനിക്കാം, അവരെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർക്ക് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ 2 പേരുടെ അറസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒന്നൊരു അബ്ദുൾ ഹക്കീം, മറ്റത് മുഹമ്മദ് സനൂഫ്. സനൂഫിന്റെ കാര്യം പറയാം. ഈ അബ്ദുൾ ഹക്കീം വലിയ മീനാണ്, ചെറിയ മീനൊന്നുമല്ല, വലിയ മീനാണ്. മുഹമ്മദ് സനൂഫിന് പറ്റിയത് ആവേശം ഇച്ചിരി കൂടിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് നമ്മുടെ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളിയായ ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹം അന്ന് മരിച്ചിരുന്നു. ഇതിന്റെ മകള് കേട്ടുന്ന പോസ്റ്റിന്റെ താഴെ വന്ന് വളരെ മോശമായ രാജ്യവിരുദ്ധമായ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. ഇയാൾ പറയുന്നത് ഇനിയും ഇതുപോലെ പലരെയും കൊല്ലണം എന്നാണ് അയാൾ പറയുന്നത്. മാത്രവുമല്ല, കാശ്മീരിനെ ഞങ്ങൾ മോചിപ്പിക്കും. അങ്ങനെ ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ വൃത്തികെട്ട മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇയാൾ ഇട്ടിരുന്നത്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള കാഫിറുകളെ മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കും, ഇവിടെ ഞങ്ങൾ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരും, കാശ്മീരിനെ ഞങ്ങൾ മോചിപ്പിച്ചെടുക്കും, ഇന്ത്യയിലുള്ള ബാക്കിയുള്ളവരെ എല്ലാം ഞങ്ങൾ തകർക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ വെടിയേറ്റ് മരിച്ചവൻ മരിക്കേണ്ടവനാണ്, ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇട്ടത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും ഇയാൾ പെട്ടുപോയത് കാശ്മീരിനെ ഞങ്ങൾ മോചിപ്പിച്ചെടുക്കുമെന്നും കാശ്മീരിൽ ഞങ്ങളുടെ ഭരണം കൊണ്ടുവരുമെന്നും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പോസ്റ്റുകളാണ് ഇയാൾ ഉണ്ടാക്കിയത്. ഒരിക്കലും ഒരു ഇന്ത്യ എന്നല്ല, ഒരു രാജ്യത്തെ ഒരു പൗരനും അയാളുടെ രാജ്യത്തിനെതിരെ ഇത് ഇമാതിരി ഒരു പോസ്റ്റ് ഇട്ടാൽ ജയില് പൊളിഞ്ഞാലും പുറത്തിറങ്ങൂല എന്നുള്ള കാര്യം ഇയാൾക്ക് അറിഞ്ഞുകൂടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇയാൾ പോസ്റ്റ് ഇടുന്നത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ്. അന്ന് ഒരുപാട് കേസുകൾ, ഒരുപാട് പരാതികൾ, അയാൾക്കെതിരെ പരാതി കൊടുത്തിരുന്നു. ഈ കൊടുത്തത് അദീന ഭാരതി എന്ന് പറയുന്ന തൊടുപുഴയിലുള്ള യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. അദീന ഭാരതി വളരെ സമർത്ഥയായ മിടുക്കിയായ ഒരു യുവ നേതാവാണ് BJP. അദീന ഭാരതി കൊടുത്ത അതിൽ തൊടുപുഴ മുട്ടം പോലീസാണ് ഇതിനകത്ത് അവിടെയാണ് ഈ അദീന ഭാരതി കേസെടുത്തത്. കേസെടുത്തെന്ന് മാത്രമല്ല, ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇയാൾ വന്ന് എനിക്ക് തോന്നുന്നത് ഈ സനൂഫ് ഇത്രയും സമയം എടുത്തപ്പോൾ അയാൾ ഒരുപക്ഷെ കരുതി കാണും, ഇവിടെ അതൊക്കെ മറന്നുപോയി കാണും ആളുകൾ, ഇവിടെ കേസൊന്നും ഇനി ഇല്ല, എനിക്ക് ധൈര്യമായിട്ട് വരാം എന്ന് തെറ്റിദ്ധാരണയിലാണ്. ഇയാൾ വടക്കമ്പറവാരൻ. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തുകാരനല്ലേ? അല്ലല്ല, ഇയാൾ എറണാകുളം ജില്ലക്കാരനാണ്, വടക്കമ്പറവാരാണെന്ന് തോന്നുന്നു. അയാൾ അങ്ങോട്ടുള്ളതാണ്. ഇയാൾ നേരെ വിമാനം ഇറങ്ങിയാണ് കരിപ്പൂര് വന്നു. അപ്പോഴേ പൊക്കി. അവർ പാസ്പോർട്ട് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാൾ ലുക്കൗട്ട് നോട്ടീസ് ഉള്ള ഇത്തരം ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത ഒരുത്തനാണെന്നുള്ള മനസ്സിലാണോ അവർ അധികൃതർ അപ്പം തന്നെ ഇയാളെ CRPF വിളിക്കുന്നു, അവർ കേരള പോലീസിനെ അവർ അറിയിക്കുന്നു. മുട്ടം പോലീസ് തന്നെയാണെന്നുണ്ട് ഇയാളെ പിടികൂടി ഏറ്റെടുത്തു എന്നുള്ളതല്ല ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് കേരള പോലീസ് തന്നെ UAPA ചുമത്തി. ഇത് കേരള പോലീസ് UAPA ചുമത്തി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് വിട്ടു. അപ്പം കേരള പോലീസ് UAPA ചുമത്തിയ ആളിനെ തേടി പിന്നാലെ NIA വരും. NIA വന്ന് തൂക്കിക്കൊണ്ട് പോയാൽ
പിന്നെ അയാൾ പുറം ലോകം കാണില്ല. കാരണം മാത്രമല്ല UAPA ചുമത്തിയാൽ ഒരു വർഷത്തേക്ക് ഇനി ജാമ്യം ഇല്ല. ഇല്ല, ഒരു വർഷം എന്തായാലും കിടക്കണം. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി പിന്നെ തീരുമാനിക്കുക ഇയാളെ വിടണോ വേണ്ട, ജാമ്യം കൊടുക്കണോ എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആവേശം മൂത്തതാണ്. ആവേശം മൂത്ത് ഇന്ത്യക്കെതിരെ, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാവുമല്ലോ, ഇല്ല ചുമ്മാ അങ്ങ് പറയാൻ പറ്റുമോ? അല്ല, അത് ഉറപ്പാണല്ലോ. ഇത് അയാൾ മദ്യപിച്ചിട്ടൊന്നുമല്ല, നല്ല സ്വയബോധത്തോടെ തന്നെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജിഹാദി കുഞ്ഞുങ്ങളുടെ എല്ലാം ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് UAPA എന്ന് കേട്ടതോടെ ഒരുപാട് പേര് പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ മറ്റ് പലരും ഇവിടെ ഉണ്ട്. അവരിങ്ങനെ വരുമ്പോൾ അത് അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതണ്ട. ഇവർ ഫ്ലൈറ്റ് ഇറങ്ങി കരിപ്പൂരോ നെടുമ്പാശ്ശേരിയോ തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ ആത്തായിക്കോളും. ഇവിടെ വന്ന് കണ്ണാടിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് രാജ്യവിരുദ്ധത പറയുന്ന ഒത്തിരി ആശാന്മാരുണ്ട്. എന്താണെന്നറിയാം, നമ്മുടെ ഈ സമൂഹത്തെ അപമാനിക്കുന്ന, സമുദായത്തെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്ത് പോസ്റ്റ് ചെയ്യാം എന്ന് അവർക്കൊരു ആത്മധൈര്യമുണ്ട്. മാത്രമല്ല അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഏറ്റവും മികച്ച വ്യക്തിബന്ധം കൂടെ പുലർത്തുന്നവരാണ്. അവരൊരിക്കലും ഇത് അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, ഇത് നേരത്തെ ഒരുപക്ഷെ ഈ കേരള സർക്കാർ, പിണറായി സർക്കാർ അന്ന് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇവന്മാരെല്ലാം അവിടെ നിന്ന് അകത്താകുമായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഈ പഹൽഗാമിൽ ഈ രാമേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ വീഡിയോ വിഷ്വൽസ് യഥാസമയം കണ്ടിട്ട് ഉള്ള ആൾക്കാരാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അതിനകത്ത് ഈ തീവ്രവാദികൾ വന്ന് ഇവരെ കൊല്ലുന്നു, അതുപോലെ എന്താ തുണി ഉരിഞ്ഞു നോക്കിയിട്ട് വെടിവെക്കുന്നു, അതെ ഇല്ലേ, സിന്ദൂരം ഉണ്ടോ എന്ന് നോക്കുന്നു. പിന്നെ അവരെന്തോ ഒരു ഇത് ചൊല്ലാൻ പറയുന്നു, ഒരു ഖുറാനിലെങ്ങാണോ എന്തോ വചനം ചൊല്ലാൻ പറയുന്നു, അത് അറിഞ്ഞില്ലെങ്കിൽ അപ്പോൾ വെടിയുകയാണ്. അപ്പോൾ അത്ര ഭീകരമായി, അതിഭീകരമായിട്ട് ഇന്ത്യയുടെ ജനങ്ങളെ വെടിവെച്ച് കൊന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച്, അതിന്റെ പേരിലാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ പോലും ഉണ്ടായത്. ഇന്ത്യ തിരിച്ചടിച്ച് പാകിസ്ഥാൻ വിഷമായി പോയത്. ഇതിന്റെ എല്ലാം കാരണക്കാരനായ പാകിസ്ഥാനെ നമ്മൾ അടിച്ച് നിരപ്പാക്കി അവിടെ ചെന്നു. അതെ, അതായിരിക്കും. അപ്പോൾ അതിന്റെ പുറത്താണ്. എന്താണെങ്കിലും ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട്, ഇന്ത്യയുടെ പൗരനായിരുന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കുന്ന, ഇന്ത്യയിൽ ഈ പറയുന്ന കാഫിറുകളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന, ഇന്ത്യയിൽ ഞങ്ങൾ ജിഹാദികളായിട്ട് ഞങ്ങൾ എല്ലാത്തിനെയും കാച്ചും എന്ന് പറയുന്ന, ഇത് എനിക്ക് തോന്നുന്നത് ഇവനൊക്കെ പൊട്ടന്മാരായിരിക്കും, മാസാവാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ. ഇതിന്റെ പ്രത്യേകത ഒന്ന്, ഇവന് വിദ്യാഭ്യാസമല്ലോ തന്നെ ആയിരിക്കും മിക്കവാറും. അത്യാവശ്യം വിദ്യാഭ്യാസവും പത്രം വായിക്കും ലോകപരിചയം ഉണ്ടെങ്കിൽ ഇമ്മാതിരി പോസ്റ്റ് ഇടൂല്ല. അപ്പോൾ ഒരു ധാരണയില്ലാതെ ചെയ്ത് വിട്ടുകൊടുത്തായിരിക്കും. എന്തായാലും ശിഷ്ടകാലം അദ്ദേഹത്തിന് കേരളത്തിലെ ജയിലുകളിലും, ഭാഗ്യമുണ്ടെങ്കിൽ ബാക്കി തിഹാറിലോട്ടും കിടക്കാം. അപ്പം ആരോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുന്നുണ്ട്, ഉത്തർപ്രദേശ് സർക്കാർ എങ്ങനെ ഇവൻ്റെ ഓരോ കേസും ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണമെന്ന്. എന്നാൽ പിന്നെ അവൻ്റെ തീരുമാനമായിക്കൊള്ളൂ. അല്ല, ഇതിപ്പം സ്വാഭാവികമായിട്ട് UAPA വന്ന സ്ഥിതിക്ക് നേരെ NIA കൊണ്ടുപോകും. NIA കൊണ്ടുപോകുന്നതോടെ UAPA ആയപ്പോൾ തന്നെ ഒരു വർഷത്തേക്ക് അകത്ത് പോകും. NIA കൊണ്ടുപോകുന്നതോടെ തിഹാർ ജയിലിൽ നിന്നും വെളിച്ചം കാണത്തില്ല. നമുക്കറിയാം, ഇവിടുത്തെ PFI നേതാക്കന്മാരെ കൊണ്ടുപോയിട്ട് എത്ര വർഷമായി? 5 വർഷത്തോളമായി. 5 വർഷത്തോളമായി. ഇന്നേ വരെ പുറം ലോകം കാണാൻ സാധിച്ചിട്ടില്ല. എങ്ങനെ കാണും? അവർ തിഹാർ ജയിലിൽ തന്നെയാണോ വേറെ വല്ല സ്ഥലത്താണോ പോലും ആർക്കും അറിയില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ബന്ധുക്കൾക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവരെന്താണ് കരുതിയിരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് ഇവരെന്താണ് കരുതിയിരിക്കുന്നത്? ആർക്കും കയറി ചൊറിയാമെന്നാണ്. ഒന്നുമല്ല, ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങൾ, ഏറ്റവും എല്ലാ മേഖലകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഒന്നും രണ്ടും അല്ല, ഫേക്ക് ഐഡികൾ ഒരുപാടുണ്ട്. ഒരുപാട് ഫേക്ക് ഐഡികളിൽ നിന്ന് ഒരുപാട് രസമല്ല. ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ചില ചേട്ടന്മാർ രംഗത്തിറങ്ങിയിരുന്നു. അവർ പറയുന്ന ന്യായീകരണം വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ സംഘികൾ തന്നെ ഇയാളെ പേരിൽ, കള്ളപ്പേരിൽ ഇതിട്ടതായിരിക്കും. മനസ്സിലല്ലേ? അപ്പം അങ്ങനെയാണെങ്കിലും അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ശരി, സംഖ്യകളാണ് ഇട്ടെന്നിരിക്കട്ടെ, ഇയാൾക്ക് പരാതി കൊടുക്കുമല്ലോ സൈപ്രസിലേക്ക്. തേജോധരം പോറ്റി എന്ന് പറയുന്നത് അയാൾ ഒരു താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ്. ഇയാൾ ഈ തേജോധരം പോറ്റി എന്നുള്ള പേരിൽ അയാളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതൊക്കെ മിക്കവാറും ഉള്ള സ്ഥലം. ഇവര് പറയുന്നത്, അയാൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരാൾ സ്വന്തം ഐഡിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ധൈര്യം ഇതിപ്പോ എന്തായാലും അങ്ങനെ ഒരു ജിഹാദി ഇപ്പോ ഇവിടോട്ട് ഇറങ്ങിയ പുറകെ പോലീസ് തൂക്കി. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പുറകെ ആളുണ്ട്. ഇപ്പൊ അദീന ഭാരതി എന്ന് പറയുന്ന ആ ഒരു യുവ നേതാവ്, അവർ വളരെ കൃത്യമായി, വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ഇയാളെ പിടിയിലായി. അതാ ഇത്രയും നാൾ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പോലീസ് ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് പിണറായി വിജയനെ സംബന്ധിക്കുന്ന, അല്ലെ CPMകാർ നൽകുന്ന അവരുടെ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി കൊടുക്കുന്ന കേസുകളിൽ മാത്രമാണ് പോലീസ് നടപടിയെടുത്തുകൊണ്ട്. അത്രേ ഉള്ളൂ. ഇത്തരം പരാതികളൊക്കെ വന്നാൽ ഇവർ കൊട്ടയിലിടുന്ന ഒരു പരിപാടി. മാത്രമല്ല, പരാതി കൊടുത്തവനെ പിടിച്ചകത്താക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവൻ മറ്റെന്താണ് കലാവാഹനം നടത്തിയെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആളെ പിടിച്ചകത്താത്ത ഭാഗ്യം അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പൊ മാറിപ്പോയി. കാരണം പോലീസ് മാറി, പോലീസിന് ആത്മവിശ്വാസമായി, അവര് കൃത്യമായിട്ട് കേസെടുക്കാൻ തുടങ്ങി.
വകുപ്പുകൾ അതുപോലെ ചുമത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഈ UAPA. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഭരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണല്ലോ. അത് എയർപോർട്ട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വകയല്ല, അത് കേന്ദ്രത്തിൻ്റെതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും ഇവൻ അപകടകാരിയാണെന്നുള്ളത്. ഏതായാലും വീട്ടുകാരെ കാണാൻ പറ്റിയില്ല, നേരെ ഡയറക്റ്റ് അങ്ങ് ജയിലിലേക്ക് പോയി കാണാം. ഈ സനൂഫ് എന്ന് പറയുന്നത് ഇനി അയാൾ പുറം ലോകം കാണുന്ന കാര്യത്തിൽ നമുക്ക് എത്ര നാൾ എടുക്കുമെന്നതിനെ കുറിച്ചുള്ളത് അത് അജ്ഞാതമാണ്. ഇതേപോലെ തന്നെയാണ് വേറൊരുത്തൻ, അതൊരു അമളി പറ്റിയെന്നോണം പറയാൻ ശരിക്കും പറഞ്ഞാൽ അബ്ദുൽ ഹക്കീം എവിടുത്തെ മലപ്പുറംകാരൻ സോഷ്യൽ മീഡിയയിലെ താരമായിരുന്നു. എന്റെ കാസറ്റ് മലപ്പുറംകാരൻ കാസർഗോഡാണ്, മലബാർ ഏരിയ ഉള്ളതാണ്. എന്തായാലും എന്റെ കാസറ്റ് ഭയങ്കര സംഭവമാണ്. കാരണം ഇയാൾ ഓരോ വീഡിയോയും മില്യൺസ് ആണ് കാണുന്നത്. അതാണ് ഇയാൾ അത്ര എന്തൊരു വലിയ ഇൻഫ്ലുവൻസർ ആണ്. എന്റെ കാസറ്റ് എന്നും പറഞ്ഞ് ഇയാൾ ലഹരി വിരുദ്ധ പോരാട്ടം നയിക്കുന്നു എന്നാണ് അവകാശം. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ലഹരി ഞാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ നടപടി. അതെ, പക്ഷെ ഇപ്പൊ പുള്ളി പിടിയിലായത് ഷാർജയിലാണ് അല്ലെ? പിടിയിലായത് എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹം ഈ പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വ്യാപക പരാതി വന്നിരുന്നു. അങ്ങനെ കൊച്ചിയിലുള്ള ഒരു അധോലോക നായകൻ ഇയാൾ തമ്മിൽ ഇടഞ്ഞതിന്റെ ഭാഗമായി കൃത്യമായി അവരാളിനെ വെച്ച് ഹാക്ക് ചെയ്ത്. ഈ UAE വെച്ചാണ് സംഭവം. UAE വെച്ച് ഇയാള് ലഹരി ഉപയോഗിക്കുന്നത് ലൈവായിട്ട് കിക്ക് എന്ന് പറയുന്ന അത് സംഭവിച്ചത്. ഹാക്ക് ചെയ്തതിൻ്റെ ഇടയിൽ പലപ്പോഴും ഇയാളെ ഈ ലൈവിൽ വിളിച്ച് പറയുന്നത് തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായില്ല ആദ്യം എന്താ റീസ്റ്റാർട്ട് ചെയ്തു. അതിനൊക്കെ ഒന്ന് ഇടവേള ഞാൻ ഒന്ന് അടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞവരെ മരുന്നടിച്ച സമയത്തായിരുന്നു. അതായത് മരട് അനീഷ് എന്ന് പറയുന്ന ഗുണ്ടാ നേതാവാണ് ഇവനെ കുടുക്കിയതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. കാരണം മരട് അനീഷ് ഇയാളുടെ കയ്യിൽ കുറെ ഹാക്കർമാരെ ഉപയോഗിച്ച് ഇവനെ ഹാക്ക് ചെയ്തു. മരട് അനീഷിനെതിരെ ഇവൻ എന്തോ തോന്നിവാസം എഴുതി പിടിപ്പിച്ചു. മരട് അനീഷിന് ലഹരി കച്ചവടമാണെന്ന് പറഞ്ഞു. അതായത് രാസലഹരിയുടെ കച്ചവടം. മരട് അനീഷിന് ഗുണ്ടായുസവും മറ്റു പ്രശ്നങ്ങളൊക്കെ അതല്ല അവരെല്ലാം ഒതുക്കി. അപ്പൊ ഈ മരട് അനീഷ് ശരിക്കും എന്ത് ചെയ്തു? മരട് അനീഷ് ഇവനെ നോട്ട വിട്ടു. അങ്ങനെ നോട്ട വിട്ടിട്ട് ഈ അനീഷ് എന്ത് ചെയ്തു? ഇവന്റെ വാട്സപ്പും ഇവന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഹാക്ക് ചെയ്തു. ഇത് മുഴുവൻ ഹാക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇവരുടെ കൈവശം ഇരുന്നുകൊണ്ട് ഇത് തടസ്സപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ആശാൻ ഈ കഞ്ചാവ് അടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഹാക്കിങ് നടക്കുന്നതും ഇതിനകത്തെ ദൃശ്യങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഇല്ലാതെ വരുന്നതും ഇത് പെട്ടെന്ന് ഓഫായി പോകുന്നതും വീണ്ടും ഓണാകുന്നതും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈമുട്ടി അറിയാതെ ഈ കിക്ക് എന്ന് പറയുന്ന ഈ ആപ്പിലൂടെ ഇയാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന്റെ നാട്ടുകാരെ മുഴുവൻ കണ്ടു. അങ്ങനെ ഈ ലഹരി മരുന്ന് അപ്പൊ തന്നെ ഇയാൾക്ക് അപകടം നടത്തും. ഇയാൾ അവിടുന്ന് UAE നോടി. പക്ഷേ ഷാർജ പോലീസ് ഇവനെ കയ്യോടെ പൊക്കി അകത്താക്കിയിട്ടുണ്ട്. UAE ലഹരി മരുന്നിന്റെ വിപണനം ഉപയോഗം വലിയ കുറ്റകൃത്യം. അങ്ങനെ വരാം വധശിക്ഷ കിട്ടാം, ചാട്ടവാറടി കിട്ടാം, ഡീപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇവനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഈ നമ്മുടെ നാട്ടിൽ ഈ നന്മമരം വേഷം കെട്ടി നടക്കുന്ന കുറേ എണ്ണം ഇതുപോലെയുണ്ട്. ഇവരുടെ എല്ലാ യഥാർത്ഥ പരിപാടി ഇത് തന്നെയാണ്. ഇതുപോലെ ഒന്ന് പറയുക, വേറെ പ്രവർത്തിക്കുക. മാത്രമല്ല ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി ബ്ലാക്ക് മെയിലിംഗ് ആണ്. അല്ല, ഇവന് ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നതായിട്ട് ഇവൻ വീഡിയോ ഇട്ടവർ. ആ വീഡിയോ മില്യൺസ് പോയി. അതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് പുള്ളി ലഹരി ഉപയോഗിക്കരുതേ, ലഹരി നമ്മളെ കൊല്ലും, അങ്ങനെ കുറേ പുള്ളി ബോധവൽക്കരണ വീഡിയോ ഇട്ടു. ഈ ബോധവൽക്കരണ വീഡിയോ പോസ്റ്റ് ചെയ്തവന്മാര് ഉണ്ടല്ലോ, ഇവനെ പോസ്റ്റ് ചെയ്യാൻ കണ്ടന്റ് കൊടുത്തവന്മാർ, അതായത് ഇവനെ സ്പോൺസർ ചെയ്തിരുന്നവന്മാർ, അവന്മാരെ 1 കോടി രൂപയുടെ മയക്കുമരുന്നുമായിട്ട് കർണാടക പോലീസ് പിടിച്ചപ്പോഴാണ് ഇവന്റെ സ്പോൺസർ അവന്മാരായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത്. വേറെ ആരുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ കണ്ടികൾ വാങ്ങിച്ചിരുന്നു. അത് സിനിമാ നടൻ നമ്മുടെ ആന്റണി പെപ്പെ എന്ന് പറയുന്ന സിനിമാ നടൻ. ഈ സിനിമാ നടന്റെ സ്ക്രീൻഷോട്ടുകൾ, ചാറ്റിന്റെ ഷോട്ടുകൾ പുറത്തു പൈസ വാങ്ങിച്ചു പറയപ്പെടും. നമുക്ക് ഉറപ്പില്ല കാര്യത്തിൽ. അല്ല, 25 ലക്ഷം രൂപ പെപ്പെ കൊടുത്തു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന ഒരു വിവരം. അതിനെ സംബന്ധിച്ച് നമുക്ക് എന്തായാലും പെപ്പെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളത് കറക്റ്റ് ആണ്. പെപ്പെ പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഒരുപാട് പ്രമുഖരെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഈ OG സുനിലിനെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്താണ്. ഈ OG സുനിൽ എന്തോ സിനിമാ നിർമ്മാതാവാണ്, വലിയ ബിസിനസ്സുകാരനാണ്. അയാളെ ഇതുപോലെ എന്തോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു. അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവസാനം അയാൾ ഇവനുമായിട്ട് അങ്ങ് ധാരണയിലായിട്ട് പിന്നെ അയാളുടെ ഒരു ചട്ടുകമായിട്ട് ഇയാൾ മാറി എന്നുള്ളതാണ്. ഈ എന്താ പറയുന്നത്, ഇതിനകത്ത് വന്നിട്ട് പുള്ളി എന്താ ബോധവൽക്കരണമാണ്, ഭയങ്കര ആഹ്വാനമാണ്. എന്നിട്ട് അദ്ദേഹം നാട്ടുകാരെയും ചെറുപ്പക്കാരെയൊക്കെ ആഹ്വാനം നിങ്ങളെല്ലാം എൻ്റെ ഒപ്പം കൂടും എന്നാണ് പറയുന്നത്. എൻ്റെ ഒപ്പം കൂടി നമുക്ക് ഇറങ്ങാം അങ്ങ് പരിപാടി. പിണറായി പറഞ്ഞല്ലോ നമ്മൾ ഞങ്ങൾ ഇറങ്ങിയല്ലേ എന്ന് പറഞ്ഞാലത്തെ ഒരു പരിപാടിയാണ്, മാസാണ്. അപ്പോൾ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം പേജിലൂടെയൊക്കെ ആയിരുന്നു
ഇദ്ദേഹത്തിൻ്റെ വിളയാട്ടം എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. ഏതായാലും അക്കാര്യത്തിൽ തീരുമാനമായി. ഏതായാലും മറ്റേ നമ്മുടെ നേരത്തെ പറഞ്ഞ സനൂഫിന് നാട്ടിൽ ജയിലിലെങ്കിലും കിടക്കാന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഈ മറ്റേ അബ്ദുൽ ഹക്കീം ഗൾഫിലേതെങ്കിലും ജയിലിൽ കിടന്ന് ജീവിതം അല്ല, ഈ അബ്ദുൽ ഹക്കീമിനെതിരെ നാട്ടിൽ നിരവധി കേസുകളുണ്ട്. ഒരുപാട് പരാതികൾ അബ്ദുൽ ഹക്കീമിനെതിരെ നാട്ടിലുണ്ട്. അയാളെ നിരവധി കേസുകളിൽ ഇവിടെ പ്രതിയാണ്. ഇയാൾ വരുമ്പോൾ പൊക്കാൻ വേണ്ടി, ഈ സനൂപിന്റെ കാര്യം പറഞ്ഞ പോലെ വരുമ്പോൾ പൊക്കാൻ വേണ്ടി ഇരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, നമുക്കറിയാമല്ലോ, UAE-യിലെയും അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിലെയും കർശന നിയമമാണ് ഈ നിയമം. അതായത് ലഹരി മരുന്ന് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും കടത്തുന്നതും എല്ലാം അവിടെ വലിയ ഗുരുതരമായ കുറ്റമാണ് അവിടെ. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ പോലെ 5 ഗ്രാം അല്ലെ 10 ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ ഒരു പെറ്റി അടിച്ചു വിടുക ഇവിടെ ചെയ്യുന്നത്. എന്താ, 1 കിലോ കഞ്ചാവില്ലെങ്കിൽ, അതും ആ 1 കിലോയിൽ താഴെയാണെങ്കിൽ അപ്പോഴേ പറഞ്ഞു വിടും. 999 ഗ്രാം വരെ പറഞ്ഞു വിടും. മനസ്സിലായില്ല? പിന്നെ എക്സൈസ് ഓഫീസിൽ നിന്ന് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടും. പോലീസാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷെ UAE-യുടെ രീതി അങ്ങനെയല്ല. ഈ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നന്മ മരത്തിൻ്റെ വേഷം കെട്ടി ഈ തിന്മകളെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിലും കർണാടകത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഇയാളുടെ നേതൃത്വത്തിലുള്ള ലഹരി. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളുടെ നാട്ടിലെ ഒരാൾ ഇതുപോലെ നന്മമരം ആയിട്ടില്ല, നന്മമരം ഭാവിച്ച് ഒരു ID കാരൻ എന്നാണ് മയക്കുമരുന്ന്, അയാള് ലഹരി വിരുദ്ധ മുന്നണി പോരാളി, അതായത് എന്താ ദേശീയ ലഹരി വിരുദ്ധ എന്തോ ഒരു പേരിലാണ് ID കാർഡ് കഴുത്ത് തൂക്കിയായിരുന്നു ഇവൻ നടക്കുന്നത്. അവൻ ഇതൊക്കെ ഇട്ട് ഞാൻ ലഹരി വിരുദ്ധ പ്രചാരകനാണെന്ന് പറഞ്ഞ് ഇവന്റെ വണ്ടിക്കകത്ത് കഞ്ചാവും MDMA-യുമായിട്ട് നടക്കായിരുന്നു. MDMA സഹിതം പോലീസ് പൊക്കി. പെരുമ്പട്ടി പോലീസാ പിടിച്ചത്. അപ്പൊ ഇനി ഇത്തരം നന്മമരങ്ങള് നമ്മളെ സമീപിക്കുമ്പോൾ നോക്കിക്കൊള്ളണം. അത് ഇവന് മിക്കവാറും പ്രധാന പരിപാടി ഇത് തന്നെയാണ്. അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ID കാർഡ് എടുക്കുക. ID കാർഡ് എടുക്കുമ്പോൾ ഇവന്റെ ലെറ്റർ പാഡ്, ID കാർഡ് എല്ലാം ഉണ്ട്. കാരണം ഇന്ത്യ മുഴുവനുള്ള മയക്കുമരുന്ന് രാസലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ട് വന്നയാളാണ്. അപ്പൊ ഈ ആശാനെ പിടിക്കുമ്പോൾ ഇതാണ് ഇങ്ങനെ പല ആൾക്കാരും നടക്കുമല്ലോ, പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് തന്നെ അറിയാലോ, സദാചാരം പ്രസംഗിച്ചിട്ട് ഇരുട്ടിക്കുമ്പോൾ അതിന് നേരെ വിരുദ്ധമായി നടക്കുന്ന ഒരുപാട്. ഒരു ദിവസം പാതിരാത്രി സൂര്യൻ വെച്ചാൽ എന്ത് ചെയ്യുന്ന പഴയ സിനിമ പാട്ട്. പക്ഷേ ഈ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് വലിയ അപകടകാരിയായിരുന്നു. അങ്ങനെയാണ് ഈ മരട് അനീഷ് നേരിട്ട് ഇവനെതിരെ ഫൈറ്റിനിറങ്ങുന്നത്. മരട് അനീഷിനെ കൊടുക്കുന്ന രീതിയിലേക്ക് വീഡിയോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് പലരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അവർ കാശുണ്ടാക്കാൻ ശ്രമിച്ചെന്നല്ലേ പറഞ്ഞു. എന്തായാലും ഇനി സമ്പാദിച്ച കാശും എല്ലാം പോയി ഇനി ഗൾഫിലെ ജയിലിൽ. അല്ല, ആ കാര്യത്തിനാണ് നമുക്ക് ഏകദേശം നമ്മൾ കേട്ടിട്ടുള്ളത് ഒന്ന് ഈ ചാട്ടവാറടി, അല്ലെ തലവെട്ടൽ, അങ്ങനെ പലവിധ ശിക്ഷകളാണ് വരുന്നത്. ഈ ശിക്ഷയുടെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഈ ശിക്ഷയ്ക്കകത്ത് പിഴയൊടുത്ത് വിടുന്നതാണെങ്കിൽ ഇവർ ഡീപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വിടും. ഇങ്ങോട്ട് വരുമ്പോൾ അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. ഇപ്പം ഈ പറയുന്ന സിനിമാ നടനെയും ഈ പറയുന്ന OG സുനിൽ എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തി. കാരണം ഇവന് ഒരു കാര്യമുണ്ട്, ഇവന് പലരും സോഴ്സ് ഉണ്ട്. അതാണ് പലരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുകയും ആ രഹസ്യം അവർക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ വളരെ ചുറ്റുള്ളവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ ഇവൻ കണ്ടുപിടിക്കുകയും ഇത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ പണം മേടിക്കുകയാണ്. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മാന്യൻ, നല്ല നല്ല തോട്ട്സ് ഒക്കെ പറഞ്ഞ് നല്ല നല്ല ആപ്തവാക്യങ്ങളൊക്കെ ഉരുവിട്ട് ലഹരിക്കെതിരെ മാത്രം അറിയാം. യൂട്യൂബിലൊക്കെ വന്ന് ഇതാണ് ഈ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ഒരുപാട് ആളുണ്ടല്ലോ. പണ്ടൊരു വ്യക്തിത്വ വികസനക്കാരനെ കുറിച്ചൊരിക്കൽ ഇങ്ങനെ പറയായിരുന്നു, ഇയാൾ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള കക്ഷിയാണ്. അപ്പൊ ഇതുപോലത്തെ ആളാണ് ഇവര്. അതേസമയം അത്രയോ വളരെ നല്ല ഇത്തരം ക്ലാസ് എടുക്കുന്ന ആൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ. പക്ഷേ ഈ കളനാണയങ്ങളാണ് എല്ലായിടത്തും കയറി നല്ലവർക്ക് കൂടെ ദോഷമുണ്ടാക്കും. നമുക്കിനി നോക്കേണ്ടത് PSC കാര്യം. അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ഇവൻ നാട്ടിൽ വന്നായിരുന്നു, ഇവൻ ഓപ്പറേഷൻ തൂഫാന്റെ വാറിയറായി മാറിയത്. ഏതായാലും ഭാഗ്യത്തിന് അവിടെ തന്നെ പിടിച്ചതുകൊണ്ട്. അല്ലായിരുന്നു ഇവൻ വരുന്ന ചിലപ്പോൾ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല നേരിട്ട് ഇവനെ ഇതാണ് ഈച്ചു വിട്ടേനെ. പിണറായിയുടെ കാലത്തായിരുന്നെങ്കിൽ കണ്ണൂർ സെൻട്രലിൽ തന്നെ അഡ്മിഷനും കിട്ടിയേനെ. അവിടെ സുഖമായിട്ട് ചിക്കൻ ബിരിയാണിയെ കഴിച്ച് ബന്ധുക്കളെയും കണ്ട് കച്ചവടം നടത്തി വീഡിയോ വലിച്ച് അവിടെ ഇരിക്കാമായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് PSC വിഷയത്തിലേക്ക്, ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം, നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പബ്ലിക് സർവീസ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതിൻ്റെ വിശ്വാസ്യത എന്നേ നഷ്ടമായി കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പൊന്തി വന്നിട്ടുണ്ട്. സർക്കാർ മാറിയപ്പോൾ പൊന്തി വന്നതാണ്. ഇങ്ങനെ അല്ല ശരിക്കും. ഈ PSC എത്രയോ നാളായി PSC-യിൽ നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടുക. ഇത് 1-2 വർഷത്തെ കഥയല്ല. എനിക്കറിയാം 1995 തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഓരോ വർഷവും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് കാറ്റഗറികളിൽ ഈ അഴിമതി നടന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച അടക്കം ഉണ്ടായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി മാറ്റിയിട്ടുണ്ട്, ആൻസർ ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും പക്ഷേ
ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പറയുന്നത് വെറുതെ ആണെന്ന് ആരും വിചാരിക്കേണ്ട. നമുക്ക് നേരിട്ട് വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയങ്ങൾ വരെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ അന്വേഷണം വന്നെങ്കിലും ഇവരുടെ വിജിലൻസ് ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഒരു പരിധിക്ക് പ്രകടനം കഴിയുകയില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ നടന്ന പ്ലാനിംഗ് ബോർഡിലേക്ക് നടന്ന ഉന്നത തസ്തികകളിലേക്ക് നടന്ന ക്രമക്കേടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വരികയും മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ ചെയ്തത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അത് അവിടുത്തെ വിജിലൻസ് ഓഫീസർ തന്നെ, അതായത് ഈ പരീക്ഷ നടത്തിപ്പുകാരൻ ആരായിരുന്നോ അതാണ് കൺട്രോളർ. പരീക്ഷ ആദ്യം പറഞ്ഞത് വിജിലൻസ് അന്വേഷണം എന്നാണ്. അതായത് ആഭ്യന്തര വിജിലൻസ് സെല്ലുണ്ട്. ആ വിജിലൻസ് സെല്ലിന്റെ വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് ഈ പരീക്ഷാ കൺട്രോളർ, അല്ലാതെ PSC വിജിലൻസ് വേറെയാണ്. അപ്പൊ അങ്ങനെ ആഭ്യന്തര വിജിലൻസ് എന്ന് പറഞ്ഞ ഈ അന്വേഷണം കൊടുത്തത് ഈ പരീക്ഷാ കൺട്രോളർ, പരീക്ഷ നടത്തിച്ചിരുന്ന പരീക്ഷ ക്രമക്കേടുണ്ടാകുന്നതിന് ഉത്തരം പറയേണ്ട ആളെ അന്വേഷിക്കാനും ആരാണോ ക്രമക്കേടുണ്ടാക്കിയത് ആ ആള് തന്നെയാണ് അന്വേഷണം ഏൽപ്പിച്ചത്. അതായത് കള്ളനെ കാവലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ ആളെ തന്നെ ഏൽപ്പിക്കുന്നു. ആ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇന്ന് PSC യോഗത്തിൽ ഭയങ്കര ബഹളമായിരുന്നു. ഡോക്ടർ ബൈജു അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്ന ആളാണ്, അത് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളൊക്കെ ഇതിനൊക്കെ കൂട്ടിയേക്കാൻ പറയാം. എല്ലാവരും കൂടെ PSC ചെയർമാൻ അംഗങ്ങളെല്ലാം കൂടെ അദ്ദേഹം അന്തംഗമയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഈ പദവി കിട്ടൂലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയർമാനെ നേരിട്ടു എന്നാണ് പറയുന്നത്. കാരണം അംഗങ്ങൾക്ക് മാനം കെട്ട് ഉയരങ്ങളൊക്കെ പറ്റാത്ത അവസ്ഥയായി. ഏതായാലും പേരിന് വേണ്ടിയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ നിന്ന് സമരം നടത്തിയിട്ടുണ്ട്. PSC നാളായി നമ്മളെ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ആരും സമരം ചെയ്യാൻ പോലും വന്നില്ലല്ലോ. എന്തായാലും ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും ഇന്ന് അവിടെ നടന്ന ആ യോഗത്തിൽ തീരുമാനം മാറ്റി അത് മറ്റേ ഈ SP യുടെ നേതൃത്വത്തിലുള്ള ആ വിജിലൻസ് SP യുടെ നേതൃത്വത്തിലുള്ള ആ സംഘം തന്നെയാണ് അന്വേഷിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒപ്പം വിവരാവകാശ കമ്മീഷനും എന്തൊക്കെ ആവശ്യപ്പെടാൻ അല്ല, ഈ വിജിലൻസ് അന്വേഷണത്തിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ ചിന്തിക്കാവുന്നത്. കാരണം ഇവരിപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം വെച്ചില്ലെങ്കിൽ സർക്കാർ കയറിയതോട് സർക്കാർ ഇടപെട്ട് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വന്നാൽ അതിലും വലിയ അപകടമായി. അതെ, അതൊരു പ്രത്യേക ഏജൻസിയെ വെച്ച് അന്വേഷിക്കാൻ വേണമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ അന്വേഷിക്കുക. ക്രമക്കേട് കണ്ടെത്തിയ സ്ഥിതിക്ക് നല്ല ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് അന്വേഷിക്കാമെന്ന്. അങ്ങനെ ഒരു അന്വേഷണം വന്ന് പണി മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പക്ഷേ വിജിലൻസിൻ്റെ PSCയുടെ വിജിലൻസ് തന്നെ അന്വേഷിക്കുന്നതാവും എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കാം ഇത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെ ഉപരി ഇന്ന് വന്ന നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ വിവരാവകാശ കമ്മീഷണറുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. PSCയോട് ചോദിച്ച വിവരാവകാശ രേഖകൾ മുക്കിവെച്ചത് കൊടുക്കാൻ പറഞ്ഞു. വിവരാവകാശ പരീക്ഷ സംബന്ധിച്ചും പരീക്ഷയുടെ പേപ്പറുകൾ സംബന്ധിച്ചുമുള്ള വിവരാവകാശമായിരുന്നു. അത് മുഴുവൻ വിട്ടുകൊടുക്കാൻ പിന്നെ ഇന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. അത് വലിയൊരു തിരിച്ചടിയാണ് PSCക്ക്. കാരണം ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ പറയുന്ന പിന്നെ പ്ലാനിംഗ് കമ്മീഷനിലെ പ്ലാനിംഗ് ബോർഡിലെ ഈ അഴിമതി പുറത്തു വന്നത്, അല്ലെ ഈ അനധികൃത നിയമനം പുറത്തു വന്നത് എങ്ങനെയാണ്? അത് വിവരാവകാശത്തിലൂടെയാണ്. അത് മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന മറ്റൊരുണ്ട്. KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IASന് സമാന്തരമായി കേരളത്തിലെ സിവിൽ സർവീസ് സംസ്ഥാന സിവിൽ സർവീസ് തുടങ്ങിയത് സ്വന്തക്കാരെ തിരികെ കയറ്റാനാണെന്നുള്ള രീതിയിലേക്ക് ഇപ്പം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു അന്വേഷണം അതിനെ നടത്തേണ്ടി വരും. KASൽ ഉദ്യോഗസ്ഥർ വന്ന് കയറിയ ഉദ്യോഗസ്ഥർ മൊത്തം ഇപ്പോൾ ഭീതിയിലാണ്. അതെ, ഇവരെല്ലാം. അത് മാത്രമല്ല, ഇപ്പം ജോലി കിട്ടി സ്ഥിരം ജോലി ഉറപ്പായി നടക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഭീതിയിലാണ്. കാരണം ഇതെല്ലാം വഴിവിട്ടാണ് വന്നിരിക്കുന്നത്. 35 വീതമാണ്. കാരണം ഒന്ന് ഓപ്പൺ മെറിറ്റ്, പിന്നെ ഗസറ്റ് ഓഫീസർമാർക്ക്, നോൺ ഗസറ്റ് ഓഫീസർമാർക്ക്, ഇവരെക്കെല്ലാം വേണ്ടിയാണ് മാറ്റി വെച്ചിരുന്നത്. ഇതിൽ സർക്കാർ ജീവനക്കാർ, ഗസറ്റ് ഓഫീസർമാരൊക്കെ ഇവരെ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട പലരും ഇതിൽ കയറി പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. അല്ല, ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ടവർ മാത്രമേ പറ്റിയിട്ടുള്ളൂ, അല്ലാത്തവരാരും ഇതിൽ റീവാലുവേഷൻ നടത്തി അതിൽ കൂടെ കടന്നു വന്ന കുറേ പേരുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. റീവാലുവേഷൻ നടത്തുമ്പോൾ അവസ്ഥ മാറില്ല, പേപ്പർ നോക്കുന്ന ഇവർ തന്നെയാണല്ലോ. അതെ. പിന്നെ ഇതിൽ മൊത്തം ഇതിന് ഇന്റർവ്യൂവിന് പരമാവധി മാർക്ക് കയറ്റിയിട്ട് കൊടുക്കുക, ആ പരിപാടി. ഈ KASനകത്ത് നടന്നത് വലിയ തിരിമറിയാണ്. KAS നടത്തിയ വലിയ തിരിമറി എന്ന് പറയുന്നത് 12,000 പേപ്പർ മാനുവലി നോക്കി. ഈ മറ്റേത് ഫൈബർ റീഡർ ആണല്ലോ, അതായത് ഫൈബർ റീഡർ അല്ല, ഈ മറ്റേ സ്കാനിങ് റീഡറാണ് കറപ്പിച്ചത്. അതായത് ഈ ഷീറ്റ് കയറ്റി വെച്ച് കമ്പ്യൂട്ടർ വാല്യുവേഷൻ ചെയ്യുന്ന പരിപാടിയാണ്. അതിനകത്ത് ഈ മാർക്കിംഗ് റീഡർ ആണല്ലോ. ഇതില് മാർക്ക് ആകുന്നില്ല, അല്ലെ ഇത് റീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് 12,000 പേപ്പറാണ് ഇവർ മാറ്റി. PSCയിലെ മെമ്പർമാർ നോക്കി ഈ പേപ്പർ. ഈ മെമ്പർമാർക്ക് എത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്നുള്ള ആദ്യം അന്വേഷിക്കണം. കാരണം ഇവര് നോക്കി ഇതിനകത്താണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. കാരണം ഈ എടുത്ത 12,000 പേപ്പറിൽ കയറി പരീക്ഷ എഴുതിയ ആൾക്കാർ അവരോട് പറഞ്ഞാണ്, നിങ്ങളൊന്നും കറപ്പിക്കേണ്ട, നിങ്ങൾ പേപ്പർ വെച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞു സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് PSC മെമ്പർമാരുടെ കയ്യിലോട്ട് ചെല്ലുമ്പോൾ അവരെന്തോ ചെയ്യും, ഇത് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ കൈ നോക്കാൻ കൊടുക്കുമല്ലോ.
ശരി ഉത്തരം വെച്ചാണല്ലോ ഇത് നോക്കുന്നത്. ഇത് നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന്റെ ആൻസർ കീ കൊടുക്കും. അപ്പോൾ ആൻസർ കീ നോക്കി ABC ഏതായാലും നോക്കിയാൽ പോരെ. ഇവർ തന്നെ അത് കറപ്പിച്ച് അതിനങ്ങ് മാർക്ക് ഇട്ട് കൊടുത്ത് കാണും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ല, മാത്രമല്ല ഈ പണ്ട് ഇതുപോലെ ഇടതുപക്ഷ നേതാക്കന്മാർ യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെ ഇത്രയും സംവിധാനങ്ങളല്ല എന്നൊരു കാലത്ത് ഇവർ ചെയ്യുമായിരുന്നൊരു പരിപാടി. ആദ്യം മാർക്ക് വരുമല്ലോ, അദ്ദേഹം ഒരു പേപ്പർ വർഷത്തിൽ മാർക്ക് വരും, അത് ടാബ്ലറ്റ് ടെസ്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ എനിക്ക് കിട്ടിയ 3 മാർക്കാണെങ്കിൽ ഇടതുപക്ഷത്തിൽ 4 കിട്ടാതെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥൻ 43. പേപ്പറെ 3 കാണത്തുള്ളൂ, 3 കാണുള്ളൂ. 4 എന്നിട്ട് 43 അവസ്ഥ മാറി പരീക്ഷയ്ക്ക്, യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക്. എന്നിട്ട് ഇത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി നാളെ ആരെങ്കിലും, അപ്പോൾ ഈ ആൻസർ ഷീറ്റ് അധികാരം ഇവിടെ വെച്ചേക്കില്ല, അപ്പോൾ കുറെ കഴിയുമ്പോൾ അത് തൂക്കി വയ്ക്കില്ല, അതും കഴിയും. ഇനി നാളെ ഇതൊരു ആരോപണം വരികയും ഇത് എൻ്റെ മാർക്കിനെ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി എടുത്ത് വരികയാണെങ്കിൽ അന്ന് പരിശോധിക്കുന്ന ടാബ്ലേഷൻ ടെസ്റ്റ് ആയിരിക്കും. അതല്ലാതെ ആൻസർ ഷീറ്റ് അല്ല പരിശോധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഭംഗിയായി. ആര് ഇപ്പം വിശാല 50 മാർക്ക് കിട്ടുന്നത് ഞാൻ പരാതി കൊടുക്കാൻ പോകുന്നത്, ആര് പരാതി കൊടുക്കാൻ ചിലപ്പോൾ കിട്ടി കാണുമായിരിക്കും. നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ അന്നത്തെ കാലത്ത്. ഇങ്ങനത്തെ ക്രമക്കെട്ടൊന്നും ആർക്കും അറിയില്ല. ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ 58 ചോദ്യത്തിന് ബി ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 12,000 ഷീറ്റുകൾക്ക് ഉത്തരം രേഖപ്പെടുത്താത്ത. കാരണം ഇത് ഇവർക്ക് വേണ്ടി രഹസ്യമായിട്ട് നടത്തിയ പരിപാടി. നിങ്ങൾ ആരും ഉത്തരം രേഖപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഈ PSC മെമ്പർമാർ പണ്ടത്തെ കാലത്ത് എത്ര മഹാരഥന്മാരെന്ന സ്ഥലമാണെന്ന് ആലോചിച്ച്. തിരുനെല്ലൂർ സാറ്, പിന്നെ അതുപോലെ AP ഉദയഭാനു, അന്ന് സമൂഹത്തിലെ PT ഭാസ്കര പണിക്കർ, അങ്ങനെയൊക്കെയുള്ള വളരെ പ്രമുഖരായ ആൾ ഇരുന്നിട്ടുള്ളതാണ് PSC അങ്ങാളി ചെയർമാൻ. MK ഹേമേന്ദ്രൻ, നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന ആൾ PSC ചെയർമാനായിരുന്നു. അതുപോലെ ഡോക്ടർ KG അടിയോടി, നമ്മുടെ മന്ത്രിയായിരുന്ന ആളാണ്, അദ്ദേഹം ചെയർമാനായിട്ട്. അതുപോലെയൊക്കെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ ഇരുന്നിട്ടുള്ള കസേരയിൽ മെമ്പർമാരായിട്ടും ചെയർമാനും പിന്നീട് വന്ന് പലരും അത്രത്തോളം വരുന്ന ആളുകളായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. രാഷ്ട്രീയ കയറോഫിലൊന്നാണ് പലരും. നമ്മൾ ഇതിന്റെ മറുവശം കൂടെ ആലോചിക്കണം. ഇപ്പോൾ PSC നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേർ പഠിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി PSCയുടെ കോച്ചിങ്ങിന് പോയി കാശും മുടക്കി വ്യാപകമില്ലാതെ അധ്വാനിച്ച് പഠിച്ച് ഈ കുഞ്ഞുങ്ങൾ പോയി അവർക്കറിയാവുന്ന ഉത്തരം എഴുതി വയ്ക്കും. അങ്ങനെ ഉത്തരം എഴുതിയിട്ട് ഇവരൊക്കെ ഈ ലിസ്റ്റിൽ നിന്ന് വെളിയിലാവും. എന്നാൽ ഈ അന്തം കമ്മികൾക്ക് പരീക്ഷാ പേപ്പർ ഉത്തരം എഴുതാതെ പരീക്ഷാ ഷീറ്റ് അങ്ങോട്ട് കൊടുത്തേച്ച് അതേ കറപ്പിച്ച് ഇവർ തന്നെ വെച്ച് ഇവർക്ക് ജോലി. എനിക്ക് തന്നെ സാറേ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്നത് എനിക്ക് തന്നെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ MCA കഴിഞ്ഞ് മാതൃഭൂമി ജോലിയുടെ സമയത്ത് സെറ്റ് പരീക്ഷ ഉണ്ട് ജേർണലിസ്റ്റിന്. അതിന് B.Ed വേണ്ട, സെറ്റിന് ജേർണലിസ്റ്റിന് B.Ed വേണ്ട, ജേർണലിസ്റ്റ് വേറെ ഒന്നും B.Ed വേണ്ട. അപ്പോൾ വീട്ടുകാർ നിർബന്ധം ഞാൻ പോയി എഴുതി, എനിക്ക് കിട്ടി. അന്ന് കേരളത്തിൽ 2-3 പേർക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ PSC ആപ്ലിക്കേഷൻ വിളിക്കുന്നു, ഈ +2 ജേർണലിസ്റ്റ് അധ്യാപകരായിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് നിന്ന് കൂടെ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് ഇതിനെ അപേക്ഷിച്ചു. ഞാൻ പിന്നെ ഇത് മറന്നു പോയി. കുറച്ച് വീട്ടിൽ നിന്ന് PSC കത്ത് വന്നു, നിങ്ങൾക്ക് അർഹതയില്ല, നിങ്ങൾക്ക് യോഗ്യതയില്ല, നിങ്ങൾക്ക് B.Ed ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അപേക്ഷ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി, ചേട്ടാ ഇത് എനിക്ക് B.Ed വേണ്ടല്ലോ, ഇതിന് ജേർണലിസ്റ്റിന് B.Ed വേണ്ടല്ലോ, പിന്നെ എന്തിന് B.Ed ഇല്ലാന്ന് എഴുതിയിരിക്കുന്നതെന്ന്. ഞാൻ പിന്നീട് നമ്മളൊരു അറിയാവുന്ന സുഹൃത്തെ ചർച്ച ചെയ്തപ്പം വളരെ കാലത്തിന് പറഞ്ഞു, പുള്ളി പറഞ്ഞത് അത് വളരെ സിമ്പിളാണ്. ഈ ജേർണലിസ്റ്റിൽ സെറ്റുള്ളവർ വളരെ കുറച്ച് പേരെ കാണുള്ളൂ. ഇവർക്ക് താല്പര്യമുള്ള ആളാരൊക്കെ വേറെ ഉണ്ട്. ഇവർ ചിലപ്പം ചെയ്യാറുള്ളത്, ഇവരുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഇവർ B.Ed ജേർണലിസം കഴിഞ്ഞിട്ട് B.Ed കൂടെ പോകാൻ പറയും എവിടെയെങ്കിലും. അത് ഇവർക്കത് അറിയാം. എന്നിട്ട് അപ്പോൾ അവർക്ക് B.Ed കൂടെ കാണും. എന്നിട്ട് ആ B.Ed ഉള്ളവരെ മാത്രമേ ഇവർ സെലക്ട് ചെയ്ത്. യോഗ്യതയ്ക്കകത്ത് പറഞ്ഞിരുന്നില്ല? ഇല്ല, യോഗ്യത ഇല്ല, പറയില്ലല്ലോ. സെറ്റ് മതി എന്നല്ലേ പറയുള്ളൂ. സെറ്റ് എഴുതണമെങ്കിൽ ജേർണലിസം പഠിച്ചവർക്ക് B.Ed വേണ്ട, B.Ed ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ സെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്തോ തടസ്സം? അതാണ്. ഇന്നാണെങ്കിൽ കോടതി ചലഞ്ച് ചെയ്യാറ്. നമ്മളത് ശ്രദ്ധിച്ചില്ല, നമ്മൾ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ പുറകെ പോയല്ലോ, പിന്നെ ഇതാരും ശ്രദ്ധിച്ചതുമില്ല. പക്ഷേ പിന്നെ വർഷം ശേഷം എൻ്റെ ആ സുഹൃത്ത് എൻ്റെ ഒരു അപകടം ഇങ്ങനെ ഒരു സാധ്യത കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ 10 വർഷത്തെ അഴിമതിയുടെ ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഒരു വലിയ ഭിത്തിയാണ്, അല്ലെ ഒരു വലിയ കൂമ്പാരമാണ്. ഈ കൂമ്പാരത്തിൽ ഒരു കഷണം താഴോട്ട് വേണ്ടിയുള്ളൂ. അതാണ് PSC. മാത്രമല്ല മറ്റേ PRD പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ടെസ്റ്റ് ഇപ്പം അതിനകത്തും പ്രശ്നമാണ്. അഴിമതി. അതിനകത്ത് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്, അവർ തന്നെ കൊടുത്തിരിക്കുകയാണ്. അവിടെ താൽക്കാലിക ജോലിക്ക് വന്നവർക്ക് പ്രിസം പദ്ധതിയിൽ വന്നവർക്ക് അവരെ ഇതിന്റെ സ്റ്റാഫാക്കി കാണിച്ച് ഇത് കൊടുത്തിരിക്കുന്നു. അന്ന് തന്നെ ഒറ്റ ദിവസം കണ്ട് അന്നത്തെ PRD ആയിരുന്ന വ്യക്തി അങ്ങ് കൊടുക്കുകയാണ്. അപ്പം തന്നെ ഓർഡർ ഇറക്കുകയാണ് ഇവരങ്ങ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം കയറി കൂടിയിരിക്കുന്നത് പ്രമുഖരായ ആളുകളുണ്ട്, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഉന്നതം കളിക്കുന്നവർ, ബന്ധുക്കളുണ്ട്. ഏതായാലും ഒരു മാധ്യമപ്രവർത്തക, ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, അവർ ധൈര്യമായി ഇറങ്ങി കോടതി സമീപിക്കുകയും ഇതിൻ്റെ നിയമപരം നേരിടുകയും ചെയ്തപ്പോഴാണ് തൽക്കാലത്തേക്ക് ഇതിപ്പം മരയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്കെല്ലാം ജോലി. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഏറ്റവും അധികം വിശ്വാസ്യത കൽപ്പിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള PSC. ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് സാധുക്കളായ വിദ്യാർത്ഥികൾ ട്യൂഷൻ എടുത്തും അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്തും
അതിനൊപ്പം തന്നെ PSCയുടെ കോച്ചിങ്ങിനും പോയി കാശ് മുടക്കി പഠിച്ച് ഈ വളരെ ആത്മാർത്ഥതയോടെ പഠിച്ച് എഴുതി റാങ്ക് ലിസ്റ്റ് കിട്ടി ജോലിയിൽ പ്രവേശിക്കാമെന്ന് കാത്തിരിക്കുന്നവരുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ, 10 വർഷം നമ്മളൊരു കണക്കായിട്ട് പറയുന്നുള്ളൂ, 10 വർഷമെന്നല്ല, എന്നൊക്കെ PSC പരീക്ഷകൾ നടത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം അഴിമതി നടന്നിട്ടുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ യാതൊരു സംവിധാനവുമില്ല. കാരണം ഭരണഘടനാ സ്ഥാപനമായിപ്പോയി. അവിടെ പുറത്തു നിന്നുള്ള ഒരാൾ കയറി അന്വേഷിക്കത്തില്ല. അന്വേഷണം വരുന്ന ഇവരുടെ കയ്യിൽ തന്നെയാണ്. അവരത് അന്വേഷിച്ച് അട്ടിമറിക്കുകയാണ്. PSCയുടെ വിശ്വാസ്യത പോകും എന്നതിനെക്കുറിച്ച് അട്ടിമറിക്കുകയാണ്. നമുക്കറിയാം ഇപ്പം CBSE പരീക്ഷയും അതുപോലെ നീറ്റ് പരീക്ഷയും ഒക്കെ നടന്ന ആ ക്രമക്കേടിന്റെ 100 ഇരട്ടി ക്രമക്കേടാണ് കേരളത്തിൽ PSC നടത്തിയിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീളുന്ന ക്രമക്കേടുകളാണ്. ഒട്ടുമിക്ക കയറിയിരിക്കുന്ന പല ആൾക്കാർക്കും യോഗ്യതയില്ല. ഇവരൊക്കെ തന്നെ അന്തം കമ്മികൾ ഇവരെ തിരികെ കയറ്റിയതാണ്. ഈ PSCക്കെതിരായ പോരാട്ടത്തിൽ യുവജനങ്ങൾ ഇറങ്ങുക തന്നെ വേണം. നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാവപ്പെട്ട പോലീസ് സേനയിലേക്കുള്ള റാങ്ക് ലിസ്റ്റുള്ള ഉദ്യോഗാർത്ഥികൾ ശയനപ്രദർശനം നടത്തി കരഞ്ഞു വിളിച്ച് കൂവി അവരെല്ലാം കിടന്ന് കരഞ്ഞ് അവർക്കാർക്കും ഒരു നിയമനം പോലും കൊടുക്കാതെ എല്ലാത്തടത്തേക്കും സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തി അന്തം കമ്മികളായിട്ടുള്ള ഗുണ്ടകളെയും അവർക്ക് വേണ്ടപ്പെട്ട നാട്ടുകാരെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള ആളുകളെയൊക്കെ നിയമിച്ച് മുന്നോട്ട് പോയ സർക്കാരായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷത്തെ. ഈ സർക്കാർ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചങ്ങാതിമാരായതുകൊണ്ട് ഇതിന്റെ അന്വേഷണം എവിടെ വെച്ച് നിലയ്ക്കും എന്നതിനെ കുറിച്ച് മാത്രമേ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാവരും ഭരണം മാത്രമല്ല അഴിമതിയും ഒന്നിന്റെ തുടർച്ച തന്നെയായിട്ടാണ് വരിക, ക്രമക്കേടും ഒന്നിന്റെ തുടർച്ച തന്നെയായിട്ടാണ്. എന്തെങ്കിലും ഈ സതീശനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ വേണ്ട നടപടി എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.